എല്ലാ കൂട്ടുകാർക്കും എയ്സ് എഡ്യൂലാബിൻ്റെ SSLC ഓണപരീക്ഷയുടെ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SSLC ബയോളജി ചാപ്റ്റർ 1 പ്രധാനപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓരോ ചോദ്യവും ശ്രദ്ധയോടെ മനസ്സിലാക്കൂ, പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കൂ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. Read the statement given below and choose the correct answer. Make revolutionary advances in genetic diseases, therapy and treatment of cancer. Statement 2. Develop crops that are resistant to pests and diseases. ജനിതകപരമായ അസുഖങ്ങൾക്കും ക്യാൻസർ ചികിത്സയ്ക്കും മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. സ്റ്റേറ്റ്മെന്റ് 2. ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റൻസ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ്. കീടരോഗ പ്രതിരോധ ശേഷിയുള്ള വിളകൾ വികസിപ്പിക്കാൻ കഴിയും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ ക്വസ്റ്റിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജീൻ എഡിറ്റിംഗ് ആണ്. ജീൻ എഡിറ്റിംഗ് ഉപയോഗിച്ച് ജനിതക രോഗങ്ങളുടെ ചികിത്സ വികസിപ്പിക്കാനും ക്യാൻസർ ചികിത്സയ്ക്ക് മുന്നേറ്റങ്ങൾ കൈവരിക്കാനും കീടരോഗ പ്രതിരോധ ശേഷിയുള്ള വിളകൾ വികസിപ്പിക്കാനും കഴിയും. നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ റീസൺ ഫോർ മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ കാരണമല്ലാത്തത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എക്സസൈസ് ആണ്. കാരണം കെമിക്കൽ സബ്സ്റ്റൻസസ്, ഡി എൻ എ റിപ്ലിക്കേഷൻ ഉണ്ടാകുന്ന എറേഴ്സ്, റേഡിയേഷൻസ് എന്നിവ മ്യൂട്ടേഷൻ കാരണമാകാം. എന്നാൽ എക്സസൈസ് മ്യൂട്ടേഷന്റെ കാരണമല്ല. തേർഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ജീൻസ്. ജീനുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയത്? സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA, ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA, മേഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്, കൺട്രോൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഈ 4 ഓപ്ഷനിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ 2 ആണ്. ജീൻ എന്നത് DNA ഒരു പ്രത്യേക ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. ഇത് ജീവികളുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു ട്രാൻസ്ക്രിപ്ഷൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാരണം ട്രാൻസ്ക്രിപ്ഷൻ എന്നത് DNA ജനിതക വിവരങ്ങൾ mRNA കൈമാറുന്ന പ്രക്രിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹിഡൻ ട്രൈറ്റ്സ് ഇൻ ഓഫ്സ്പ്രിംഗ് ഈസ് കോൾഡ് ഡാഷ്. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, റെസസീവ് ട്രേറ്റ് ആണ്. കാരണം ഡൊമിനന്റ് ട്രേറ്റ് ഉള്ളപ്പോൾ പ്രകടമാകാതെ മറഞ്ഞു കിടക്കുന്ന സ്വഭാവത്തെയാണ് റിസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സൊമാറ്റിക് ക്രോമസോം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, X and Y ക്രോമസോംസ് ആർ സൊമാറ്റിക് ക്രോമസോംസ്. കാരണം XY ക്രോമസോമുകൾ സെക്സ് ക്രോമസോംസ് ആണ്, സൊമാറ്റിക് ക്രോമസോമുകളല്ല ഇവ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് റിലേറ്റഡ് ടു മിയോസിസ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്രോമാറ്റൈഡ് ആർ നോട്ട് എക്സ്ചേഞ്ച്ഡ് വിത്ത് ഈച്ച് അതർ. കാരണം മിയോസിസിൽ ക്രോമാറ്റൈഡ്സ് തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നു. അതിനാൽ ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് given below and choose the correct one. Statement: Roncott pattern found on some cattle and horses. Reason: both alleles exhibit their trait at the same time. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. Both the statement and reason are correct. ഇതിന്റെ റീസണും സ്റ്റേറ്റ്മെന്റും ശരിയാണ്. റോൺകോട്ട് പാറ്റേൺ എന്നത് കോഡോമിനൻസിന്റെ ഉദാഹരണമാണ്. ഇവിടെ 2 അലീൽസ് ഒരേ സമയം അവയുടെ സ്വഭാവം പ്രകടമാക്കുന്നു. ഇന്നത്തെ SSLC ബയോളജി ഫസ്റ്റ് ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ ആദ്യ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഓണപരീക്ഷ തയ്യാറെടുപ്പിന് സഹായിക്കുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള SSLC പരീക്ഷാ ചോദ്യങ്ങളും വീഡിയോകൾക്കും എയ്സ് എഡ്യൂലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തി വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.